Hi friends, welcome to Garam Masala, the magic spices of cooking. മത്തി ഒഴിച്ചുകറി. ഇന്ന് നമുക്ക് മത്തി ഉപയോഗിച്ച് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. ഇതിനു വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. മത്തി 1/2 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചത്, എണ്ണ 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില, ഉലുവ 1/2 ടീസ്പൂൺ, ചെറിയ ഉള്ളി 10 മുതൽ 15 എണ്ണം വരെ, തക്കാളി ഒരെണ്ണം, ഉപ്പ്. അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ 2 കപ്പ്, പുളി 1 നാരങ്ങ വലുപ്പത്തിൽ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ, പച്ചമുളക് 3 എണ്ണം, കറിവേപ്പില. വറവിന് വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തെടുത്തത്, വറ്റൽമുളക്, കറിവേപ്പില, മുളക് പൊടി 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ. ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി തേങ്ങ, പുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പച്ചമുളക്, കറിവേപ്പില ഇവ ഒരൽപ്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഇതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർക്കാം. ഇനി ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കൂടെ ഇതിലോട്ട് ചേർക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് ചേർക്കണം. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കണം. ചെറുതായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതിനെ ചെറുതായി ഇളക്കാം. വളരെ സൂക്ഷിച്ചു വേണം ഇളക്കാൻ, അല്ലെങ്കിൽ മീൻ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഇളക്കിയതിനു ശേഷം നമുക്കിത് അടച്ചു വെച്ച് 5 മുതൽ 8 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കറി വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് ചേർക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി വഴന്നു വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് വറ്റൽമുളക് ചേർക്കണം. അടുത്തതായി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർക്കണം. നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് മുളക് പൊടി ചേർക്കുന്നത്. നന്നായി ഇളക്കിയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ വറവ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മത്തി കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ യമി ആൻഡ് ടേസ്റ്റി മത്തി ഒഴിച്ചുകറി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ റൈസിന്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.